വെൽക്കം ടു സ്പോട്ട് ഓൺ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കുട്ടനാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ്റെ ഒരു വെറൈറ്റിയാണ്. നല്ല കാന്താരിയൊക്കെ ഇട്ട് ഉള്ള മസാല കൊണ്ട് പൊതിഞ്ഞ് കുട്ടനാട്ടിലെ ചെളിയിൽ പൊതിഞ്ഞ് അതുപോലെ എന്താ പറയുന്നത് നല്ല ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ചിക്കൻ്റെ വെറൈറ്റിയാണ്. അത് ഇങ്ങനെ ചെയ്തിട്ട് അത് നമ്മൾ ചുട്ടെടുത്തിട്ടാണ് ഇത് കഴിക്കുക. അപ്പം അത് നമുക്ക് കാണാം. അതിൻ്റെ വിശേഷങ്ങളുമായി എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാം, ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ മേളിൽ നമ്മൾ ഇത് ഒന്നായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്, കാരണം ഇത് ഫുള്ളായിട്ട് ചുടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേളിൽ കുറച്ച് നെയ്യും അതുപോലെ തന്നെ തൊലിയുടെ കുറച്ച് ഭാഗങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടാനുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ചിക്കൻ നമ്മളിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് മസാല ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ഇനി മസാലകൾ പരിചയപ്പെടുത്താം. ഒരു ഫുൾ ചിക്കന് ആവശ്യമായിട്ടുള്ള എല്ലാ മസാലകളും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മസാലകൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ചിക്കൻ മസാലയാണ്. ഇതൊരു 5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പെപ്പർ, ഇതൊരു 2 ടീസ്പൂണ്. അതുപോലെ ഇത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1 ടീസ്പൂണ്. മുളക് പൊടി ഒരു 3 ടീസ്പൂണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ കൂടെ നമ്മൾ ജിഞ്ചറും ഗാർലിക്കും കൂടെ അരിഞ്ഞ് മിക്സിക്കകത്ത് ചതച്ച് എടുത്തതാണിത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു നല്ല പഴുത്ത ഒരു നാരങ്ങ വേണം. അപ്പോൾ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അത് ഇതിൻ്റെ കൂടെ ഈ മസാല നമ്മൾ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ പിഴിഞ്ഞൊഴിക്കേണ്ടതാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഈ മസാലയൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കൂടെ നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് ഇതിനകത്ത് ചിക്കനെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഡയറക്റ്റ് മസാല തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിടിക്കത്തില്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വരകളിട്ട് കൊടുക്കുക. വരകളിട്ട് കൊടുക്കുമ്പം നമുക്ക് അതിനകത്ത് മസാല ഇതുപോലെ വരകളിട്ട് കൊടുക്കുക. മസാല ഒത്തിരി പിടിച്ചോളും. അപ്പം നമുക്ക് എന്താ പറയുക, കൂടുതൽ ഈ വെന്ത് കഴിയുമ്പം കൂടുതൽ അകത്തോട്ട് വേവ് ചെല്ലാൻ വേണ്ടിയിട്ടൂടാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് വരഞ്ഞു കൊടുക്കുക. നന്നായിട്ട് ആഴത്തിൽ തന്നെ വരയുക, കാരണം നമ്മൾ ചിക്കൻ മുറിക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന നല്ല പഴുത്ത നാരങ്ങ എടുക്കുക. അത് ഈ മസാലയിലോട്ട് പിഴിയുക. അത്യാവശ്യം മുഴുത്തതാണെങ്കിൽ ഈ ഒരു പകുതി പീസ് മതി, ഇല്ലെങ്കിൽ ഒരു ഫുൾ നാരങ്ങ പിഴിയണം. ഇനിയും കുറച്ച് നമുക്ക് എണ്ണ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം ഈ മസാല അതുപോലെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് എണ്ണ മതി. ഇതിൻ്റെ കൂടെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ ചിക്കനെ തന്നെ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ശകലൻ ഡ്രൈ പോലെ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. കാരണം ഈ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളവും കൂടെ പറ്റി ഇവത്തേൽ അത് സെറ്റ് ആയിക്കോളും. ഇതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇതിനകത്ത് നമ്മൾ കാന്താരി, ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനകത്ത് നമ്മൾ പച്ച കാന്താരിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും കൂടെ സ്വാദ് ഇതിന് നമുക്ക് എന്താ പറയുന്നത്, ഒരു എക്സ്ട്രാ ഫീലിംഗ് ആയിരിക്കും അത്. കാരണം അതുപോലെ ആ ഒരു എരിവിൻ്റെ ഫീലിങ്ങും എല്ലാം ഉണ്ടാവും. അപ്പം
കാന്താരിയുടെ കാര്യം ഞാൻ വിട്ടുപോയതാണ്. കാന്താരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനോടുകൂടെ വേണമെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കാം. ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗത്തെല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ചിരിക്കുക. ഇനിയിപ്പം നമ്മുടെ ഈ കോഴിയുടെ ഫുള്ളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളിലും എല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഈ ഫുള്ള്, അതായത് അകത്തും പുറത്തും എല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഇതൊന്ന് വെക്കണം. കാരണം ഈ മസാല ഒന്ന് നന്നായിട്ട് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കലാപരിപാടികളുണ്ട്, അത് നമുക്ക് കാണാം. ഗൈസ്, ഇപ്പം നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സെറ്റപ്പ്, ഒരു ചിരട്ടയൊക്കെ വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട്, അതാണ് എന്താ പറയുന്നത്, നമുക്ക് പറ്റിയൊരു ഇതുവരെയുള്ളൊരു പ്രശ്നം. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നമ്മളത് സെറ്റ് ചെയ്യും. നമുക്കിപ്പം തീ കത്തിക്കുന്നത് കാണാം. നമ്മളിപ്പം ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിരട്ട വെച്ചിട്ട് ഇവിടെ കത്തിച്ച് കഴിഞ്ഞൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. കാരണം ഇതിൻ്റെ മേളിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു സമയമെടുക്കും കുറച്ച് നേരം കത്തിപ്പിടിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ മേളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ മേളിൽ വാഴയില കൊണ്ട് പൊതിയും. അതിന് മേളിൽ ഫോയിൽ പേപ്പറുണ്ട്. ഫോയിൽ പേപ്പറിൻ്റെ മേളിലാണ് നമ്മൾ ചെളി കൊണ്ട് ഇങ്ങനെ പൊത്തി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെളി നിന്നെടുക്കാം. അതിൽ ചെറുതായിട്ടൊന്ന് നനയ്ക്കണം. നനച്ച് അതൊന്ന് നമുക്കൊന്ന് ഇച്ചിരി ഒട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഴയില വെട്ടിയെടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ്റെ മേളിൽ പൊതിയുമ്പം ഈ ഇല പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഴയിലക്കകത്ത് നമ്മൾ ആ വാട്ടിയെടുത്ത വാഴയില അതിനകത്ത് നമ്മൾ ചിക്കൻ വെക്കും. എന്നിട്ട് അത് മൊത്തം ചുറ്റിയെടുക്കാൻ പോവാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഈ വാഴയില കൊണ്ട് പൊതിഞ്ഞതിൻ്റെ മേളിൽ നല്ല തിക്കായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമ്മൾ ചെളി ഇതിൻ്റെ പുറത്ത് ഒരു ഔട്ടർ ലെയർ കൊടുക്കും. അപ്പം നമ്മൾ ഈ ചെളി ഇതിനകത്ത് തേക്കുമ്പോൾ നമ്മൾ ഒട്ടും പേടിക്കൊന്നും വേണ്ട. കാരണം വാഴയിലയുണ്ട്, അതിൻ്റെ മേളിൽ അലൂമിനിയം ഫോയിൽ പേപ്പറുണ്ട്, അതിൻ്റെ മേളിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഇതിനകത്തോട്ട് പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ ചെളി പറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചെളി ഇതിൻ്റെ മേളിൽ മൊത്തമായിട്ട് നമ്മൾ തേച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെടുത്ത് നമ്മുടെ തീയുടെ മേളിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് കത്തിച്ച് ചുട്ടെടുക്കുക. ഓക്കെ.
അപ്പം നമ്മൾ ഏകദേശം ഈ ഫുള്ള് വിറകും കാര്യങ്ങളും എല്ലാം കത്തി തീർന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടി നല്ല കനലുമുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇത് മാറ്റിയിട്ട് ഇത് നമുക്ക് ഒരു ഇലയിലോട്ട് മാറ്റാം. നല്ല ചൂടാണ് രക്ഷയില്ല. ഇപ്പോഴത്തെ ഈ ചൂട് കൊണ്ട് തന്നെ ഈ മേളിലുള്ള ചെളിയും കാര്യങ്ങളും എല്ലാം അടന്നു പോയി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇലയിലോട്ട് മാറ്റാൻ പോവാണ്. ഭയങ്കര ചൂടാണ്. നമുക്ക് ഈ ഒരു ചട്ടുകം വെച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആ കനലിൻ്റെ അവിടുന്ന് നമ്മൾ ഇത് എടുത്തിരിക്കുകയാണ്. ഒരു ഇല വെച്ച് നമുക്കൊന്ന് തുറന്നു നോക്കാം, എന്തായെന്ന് നോക്കാം. ഗൈസ്, നമ്മൾ ഏകദേശം ഇത് മൊത്തം പൊളിച്ചിരിക്കുകയാണ്. അപ്പം ഇതിന് ഒരു എന്താ പറയുക, ഇതിനകത്ത് നമ്മൾ പൊതിഞ്ഞ് വെച്ച ഈ വാഴയില കുറച്ച് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കരിവായിട്ട് തോന്നുന്നത്. ബാക്കി എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുകൊണ്ട് നല്ല രീതിയിൽ മൊരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ടൈം ഓർത്ത് വെച്ചോണം, ഒരു 1.25 മണിക്കൂർ തൊട്ട് ഒരു 1.5 മണിക്കൂറാണ്. നല്ല തീയിലാണെങ്കിൽ അത് ഒരു 1.25 മണിക്കൂർ മതി, ഇല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറോളം കത്തണം. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട, അപ്പം നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫ്രൈഡ് ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കാന്താരിയുടെ നല്ലൊരു ഫ്ലേവറുണ്ട്. അതുപോലെ ഈ വാഴയിൽ പൊതിഞ്ഞതായതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറുണ്ട്. മാത്രമല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, യാതൊരു രീതിയിലും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇത് പ്രിപ്പയർ ചെയ്യാൻ, കാരണം അതിന് മാത്രം വിറകും ചിരട്ടയൊക്കെ വേണം. അപ്പം അങ്ങനെ ഞാൻ പറയും, വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.